ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഇതുപോലൊരു സാൻഡിസ്കിൻ്റെ പെൻ ഡ്രൈവും അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഏതെങ്കിലും പഴയ പെൻ ഡ്രൈവോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോർഡ് മാത്രമായിട്ട് കാണും. കാര്യം നമുക്ക് പിന്നെ വേറെ എവിടെയും കുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് കാണുന്നത്, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോഡിയാണ്. അത് നിങ്ങൾക്ക് ബോഡി ഇല്ലാതെ യൂസ് ചെയ്യാം, ഇച്ചിരി കൂടെ സേഫ്റ്റിക്ക് ബോഡി ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ള ബോഡി ഒരെണ്ണം ഒരു പഴയൊരു ഇരുന്ന സാധനമാണ്, വേസ്റ്റ് സാധനമായിരുന്നു. അതും ഒരു ചാർജറിൻ്റെ കേബിളും, അതായത് 4 വയർ വരുന്ന ചാർജറിൻ്റെ കേബിള് മതി. പഴയതായാലും മതി. കാര്യം നിങ്ങളുടെ കയ്യിൽ പോയ പിന്ന് പോയത് ഏതെങ്കിലും ഒരു സൈഡ് പിന്ന് പോയതിൻ്റെയൊക്കെ കാണും. അത് യൂസ് ചെയ്യാം നമുക്ക്. അതും ഇതിൽ ആദ്യത്തെ ലൈൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറുപ്പാണ്, പിന്നെ പച്ച, വെള്ള, പിന്നെ ചുമല എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇതൊരു ഡയഗ്രാം മണ്ടേ കൊടുത്തേക്കാം, അതെന്ന് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനേ ഉള്ളൂ. ഇതാദ്യമേ എല്ലാം സോൾഡർ ചെയ്ത്, പച്ച സോൾഡർ ചെയ്തു, നമ്മൾ ഇനി വെള്ള സോൾഡർ ചെയ്തു, പിന്നെ ചുമല സോൾഡർ ചെയ്തു. ചുമല സോൾഡർ ചെയ്തു, ചെറുതായിട്ടൊന്ന് വിട്ടുപോയി, ഒന്നുകൊണ്ടൊന്ന് സോൾഡർ ചെയ്യാം. ഇത് സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, എപ്പോഴും ഒന്നുമായിട്ട് മുട്ടിപ്പോരുത്, ഡാമേജ് ആവും. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സോൾഡർ ചെയ്യുക, അതേ ഉള്ളൂ മെയിൻ പരിപാടി. ഇത് കഴിഞ്ഞ് നമ്മുടെ പറഞ്ഞ ബോഡിയിലേക്ക് നമ്മൾ സാധനം കയറ്റി ആദ്യമേ സ്ലോട്ടൊന്ന് കയറുന്നുണ്ടോ നോക്കി ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവിടെ കറക്റ്റ് പെൻഡ്രൈവിൻ്റെ സ്ലോട്ട് കയറാൻ വേണ്ടി ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഈ വയറൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് കയറ്റി. എൻ്റെ ഈ കിട്ടിയ മോഡൽ എന്ന് പറഞ്ഞാൽ സ്ക്രൂ ചെയ്ത് വെക്കുന്ന മോഡലായിരുന്നു. അത് ബോഡി രണ്ടും കൂടെ ഒന്നിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. അത് രണ്ടും കൂടെ ടൈറ്റ് ചെയ്ത് വെച്ചു. ഫ്രണ്ടിൽ ഇച്ചിരി പശയിട്ട് ഞാൻ ടൈറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അത് സെറ്റായി. നേരെ നോക്കിയപ്പോൾ വർക്കാകുന്നുണ്ട്.